ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ LP UP മോക്ക് ടെസ്റ്റ് സീരീസിൽ 16ാമത്തെ മോക്ക് ടെസ്റ്റാണിത്. സൈക്കോളജി പോർഷനിൽ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന യൂണിറ്റിൽ നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരെന്ത്? ഗുരുകുലം, ശിക്ഷക് കേന്ദ്രം, അക്കാദമി, വിദ്യാകേന്ദ്ര. ഏതാണ് പ്ലേറ്റോ ആരംഭിച്ച വിദ്യാലയത്തിൻ്റെ പേര്? ഓപ്ഷൻ സി, അക്കാദമി എന്നാണ്. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരാണെന്ത്? അക്കാദമി. അതായത് നമ്മുടെ പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നതാണ് ഏത്? അക്കാദമി എന്ന് പറയുന്നത്. അതേപോലെ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്ത്? റിപ്പബ്ലിക്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. റിപ്പബ്ലിക് എന്ന കൃതി ആരുടേതാണ്? പ്ലേറ്റോയുടെ. അതേപോലെ തന്നെ പ്ലേറ്റോയുടെ ഒരു ശിഷ്യനാണ് ആരാ? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിൽ വിഷയത്തിനല്ല ശിശുവിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് നിർദ്ദേശിച്ച മഹാനായ ചിന്തകനാര? പെസലോസി, ഹെർബർട്ട്, ഫ്രോബൽ, റൂസോ. ആരാണ് വിദ്യാഭ്യാസത്തിന് വിഷയത്തിനല്ല ശിശുവിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി, റൂസോയാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവ്? കൊമേനിയസ്, ജോൺ ഡൂയി, റൂസോ, ഗാന്ധിജി. ആരാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന സിസ്റ്റത്തിന് പ്രാധാന്യം കൊണ്ടുവന്നത്? ഓപ്ഷൻ സി, റൂസോയാണ്. റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥമേത്? ഡിസ്കോഴ്സ്, എമിലി, സോഷ്യൽ കോൺട്രാക്റ്റ്, കൺഫെഷൻസ്. ഏതാണ്? റൂസോയുടെ കൃതിയാണ് ഓപ്ഷൻ ബി, എമിലി എന്നത്. ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ്. ഇപ്രകാരം പറഞ്ഞതാര്? R.A. ലാംബ്, പ്ലേറ്റോ, ഇന്ദിരാഗാന്ധി, മാഡം മോണ്ടിസോറി. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ഇ, റൂസോയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അതായത് പ്ലേറ്റോയെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഗ്രീസിൽ ജനിച്ചു, ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം രചിച്ചു, പ്ലാറ്റോണിസം എന്ന ആശയധാരയ്ക്ക് തുടക്കം കുറിച്ചു, അക്കാദമി എന്ന വിദ്യാലയം സ്ഥാപിച്ചു. പ്ലേറ്റോയുടെ അക്കാദമി ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു? ഗണിതത്തിനായിരുന്നു പ്ലേറ്റോയുടെ അക്കാദമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ധരണികളാണ് സന്തോഷവും സുഖതത്വവുമാണ് ധാർമ്മിക ചിന്തയുടെയും വ്യവഹാരത്തിൻ്റെയും ഉയർന്ന ലക്ഷ്യം. അതേപോലെ നീതിപൂർവമല്ലാത്ത അറിവിനെ വിവേകമെന്ന് വിശേഷിപ്പിക്കാനാവില്ല. നല്ലൊരു കോട്ടാണ്. നീതിപൂർവമല്ലാത്ത അറിവിനെ വിവേകമെന്ന് വിശേഷിപ്പിക്കാനാവില്ല. വിദ്യാഭ്യാസത്തെ അവഗണിക്കുന്നവർ ജീവിതാന്ത്യത്തിലേക്ക് നടന്നു നീങ്ങുന്നത് മുടന്തനായാണ്. പുസ്തകങ്ങൾ പ്രപഞ്ചത്തിന് ആത്മാവ് നൽകുന്നു, മനസ്സിന് വാതായനങ്ങൾ നൽകുന്നു, സങ്കല്പങ്ങൾക്ക് ചിറക് നൽകുന്നു, എല്ലാത്തിനും ജീവൻ നൽകുന്നു. ഇതൊക്കെ ആരുടെയാണ്? പ്ലേറ്റോയുടെയാണ്. വിവേകശാലികൾക്ക് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് അവർ സംസാരിക്കുന്നു. വിഡ്ഢികൾ എന്തൊക്കെയോ സംസാരിക്കുന്നു. പഠിതാക്കളിൽ വിശകലന വിവേചന ബുദ്ധി വളർത്തിയെടുക്കലാണ് പഠനത്തെ ലക്ഷ്യം. ഇതൊക്കെ ആരുടെയാണ്? പ്ലേറ്റോയുടെ. അപ്പോൾ പ്ലേറ്റോയുടെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കാദമി എന്ന സർവകലാശാല ആരംഭിച്ചത് പ്ലേറ്റോയാണ്. പ്ലേറ്റോ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരാണ് അക്കാദമി എന്ന് പറയുന്നത്. അതേപോലെ റിപ്പബ്ലിക്, നിയമങ്ങൾ, പ്രോട്ടഗോറസ്, സിംബോസിയം, ഇതൊക്കെ എന്താണ്? പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ പ്ലേറ്റോയുടെ കൃതികളെല്ലാം അറിയപ്പെട്ടിരുന്നത് ഡയലോഗുകൾ എന്ന പേരിലായിരുന്നു. അതേപോലെ പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. ഫ്രെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് റൂസോയെ പറ്റി പറയണ്ടേ? റൂസോയ്ക്ക് എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്? അതായത് നമ്മുടെ റൂസോയുടെ അഭിപ്രായത്തിൽ പോസിറ്റീവ് എഡ്യൂക്കേഷനുമുണ്ട്, നെഗറ്റീവ് എഡ്യൂക്കേഷനുമുണ്ട്. ഈ പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാം ശിശുക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലാം എന്താണ്? ശിശുവിൻ്റെ പ്രവണതകൾക്കും അതേപോലെ ശേഷികൾക്കും ഒക്കെ അതിനനുസരിച്ചായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അതേപോലെ എന്താണ്? 12 വയസ്സ് വരെ കുട്ടിക്ക് ഗ്രന്ഥപഠനം കൊടുക്കരുതെന്ന് റൂസോ നിർദ്ദേശിച്ചു. 12 വയസ്സ് വരെ ഗ്രന്ഥപഠനം കൊടുക്കരുത് എന്നുള്ളത്. ഇപ്പം നമ്മുടെ കാലത്ത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ ഒരു LKG ചെല്ലുമ്പോൾ തന്നെ ഒരു കുന്ന് ബുക്കുമായിട്ടാണല്ലേ അവർ LKGയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് റൂസോയുടെ അഭിപ്രായത്തിൽ? അപ്പോൾ ഋണവിദ്യാഭ്യാസം എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് എഡ്യൂക്കേഷൻ.
നെഗറ്റീവ് എഡ്യൂക്കേഷന് മലയാള പേരാണ് ഋണവിദ്യാഭ്യാസം. ഋണവിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? റൂസോയാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ വികസന ഘട്ടത്തെ അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ശൈശവമെന്നും ബാല്യമെന്നും കൗമാരമെന്നും അതേപോലെ യൗവനമെന്നും. അതായത് നമ്മുടെ ജനനം മുതൽ 5 വയസ്സ് വരെയാണ് ജനനം മുതൽ 5 വയസ്സ് വരെ അദ്ദേഹം ശൈശവമെന്നും 5 to 12 വയസ്സ് വരെ അദ്ദേഹം ബാല്യമെന്ന് പറയുന്നു. ആ സമയത്താണ് എന്ത് പറയേണ്ടത്? കുട്ടിക്ക് ചരിത്രം ഭാഷയൊക്കെ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഈ 5 to 12 എന്ന് പറഞ്ഞാൽ. അതേപോലെ 12 to 15 എത്തുമ്പോഴാണ് കുട്ടികൾക്ക് എന്ത്? പ്രകൃതിശാസ്ത്രം, അതേപോലെ തൊഴിൽ പരിശീലനം എന്നിവയൊക്കെ കൊടുക്കേണ്ടത്. അതേപോലെ 15 മുതൽ 25 വരെയുള്ള യൗവന ഘട്ടത്തിലാണ് അവർക്ക് വൈകാരിക വികസനം, വ്യക്തിത്വ വികസനം എന്നിവയൊക്കെ സംഭവിക്കേണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? റൂസോയാണ്. അതേപോലെ പോസിറ്റീവ് എഡ്യൂക്കേഷനും നെഗറ്റീവ് എഡ്യൂക്കേഷനും മുന്നോട്ട് കൊണ്ടുവന്ന റൂസോയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? ആശയവാദം, പ്രായോഗികവാദം, പ്രകൃതിവാദം, മാനവികതാവാദം. ഫ്രെഡറിക് അഗസ്റ്റിൻ ഫ്രോബൽ എന്ന് പറയുന്നത് ആശയവാദിയാണ്, അല്ലെങ്കിൽ ആദർശവാദി എന്ന് പറയും. ആ ഒരു ഗണത്തിൽ വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ, അതേപോലെ ഫ്രോബൽ, നമ്മുടെ ടാഗോർ, അരബിന്ദ ഘോഷ്. ഇവരൊക്കെ എന്താണ്? അരബിന്ദ ഘോഷ് ഇവരൊക്കെ ആശയവാദികൾ അഥവാ ആദർശവാദികളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിൻഡർ ഗാർഡൻ്റെ ഉപജ്ഞാതാവാര്? കിൻഡർ ഗാർഡൻ രീതി എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചർക്ക് ചോദിച്ചതാണ്. കിൻഡർ ഗാർഡൻ രീതിയുടെ ഉപജ്ഞാതാവാരാണ്? ഫ്രെഡറിക് ഫ്രോബൽ, ബ്രൂണർ, ജീൻ ജാക്കസ് റൂസോ, ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. ആരാണ് കിൻഡർ ഗാർഡൻ രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ഫ്രെഡറിക് ഫ്രോബലാണ്. ഫ്രോബലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ്, എല്ലാ കുട്ടികൾക്കും കളിയിലൂടെ ആയിരിക്കണം അവരവരുടെ എല്ലാ മൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നത് കളികളിലൂടെ ആയിരിക്കണം എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെട്ടത്. അതേപോലെ തന്നെ എന്താണ്, ഗിഫ്റ്റുകൾ, നമ്മുടെ സമ്മാനങ്ങൾക്ക് കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധവുമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടി ഫ്രോബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗിഫ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വിദ്യാഭ്യാസവും വികസനവും. ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് വിദ്യാഭ്യാസവും വികസനവും, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ. ഇവയൊക്കെ എന്താണ്? നമ്മുടെ ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കളികളിൽ കൂടി പഠിക്കുക എന്ന കളികളിൽ കൂടി പഠിപ്പിക്കുക എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവാണ് ആരായിരുന്നു അത്? മോണ്ടിസോറി, ഗാന്ധിജി, പെസ്റ്റലോസി, റൂസോ, ഫ്രോബൽ. ആരാണ് കളികളിൽ കൂടി പഠിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്? അത് ഓപ്ഷൻ ഇ, ഫ്രോബലാണ്. ഫ്രെഡറിക് വില്യം ഫ്രോബൽ ആരാണ് അദ്ദേഹം നോക്കാം. ഇത് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നൊരു സീരീസിൽ വന്ന നോട്ട്സാണിത്. ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജർമ്മൻകാരനായ ഫ്രോബൽ. കിൻഡർ ഗാർഡൻ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ്. പെസ്റ്റലോസിയുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഫ്രോബൽ. അതേപോലെ സംഗീതം, പാട്ട്, ചിത്രം, വര, കളികൾ എന്നിവയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. ശിശുക്കൾക്കായി ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരാണെന്ത്? കിൻഡർ ഗാർഡൻ എന്നുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്നത് പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും അദ്ദേഹം മുൻതൂക്കം നൽകി. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ്. ഞാനിത് വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെ നീണ്ട സമയം ഒത്തിരി പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വയം തിരുത്താനുതകുന്ന വിദ്യാഭ്യാസ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുകയെന്ന ആശയത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവാര്? സ്വയം തിരുത്താനുതകുന്ന വിദ്യാഭ്യാസ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക എന്ന ആശയത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവ് പെസ്റ്റലോസി, ഹെർബർട്ട്, ഫ്രോബൽ, ഗാന്ധിജി, മോണ്ടിസോറി. ആരാണ്? ഓപ്ഷൻ ഇ, മോണ്ടിസോറിയാണ്. ആരാണ് മോണ്ടിസോറി? മറിയ മോണ്ടിസോറി അല്ലേ? ഇറ്റലിക്കാരിയായ ഒരു വിദ്യാഭ്യാസ തത്വചിന്തകയായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ? അതായത് കുട്ടികളുടെ വീട്ടിൽ എന്ന പേര്, കുട്ടികളുടെ വീട്, ചിൽഡ്രൻസ് ഹൗസ്. കിൻഡർ ഗാർഡൻ ഫ്രോബൽ ആണെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് ആരുടെയാണ്?
എന്ന പേരിൽ വിദ്യാലയം സ്ഥാപിച്ചതാണ് ആര്? മറിയ മോണ്ടിസോറി. അതേപോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് വികസിക്കാനായിട്ട് അവർക്ക് ഒത്തിരി സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞാൽ അവർ അത്ര കണ്ട് അവർ വികസിക്കുമെന്ന് അഭിപ്രായപ്പെട്ടതായിരുന്നു മറിയ മോണ്ടിസോറി. അതേപോലെ ടീച്ചർ സംസാരിക്കുകയല്ല, നിശബ്ദത പാലിക്കാൻ പഠിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ ഇത് മറിയ മോണ്ടിസോറിയാണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു കോട്ടാണ്. ടീച്ചർ സംസാരിക്കുകയല്ല, നിശബ്ദത പാലിക്കാൻ പഠിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, വളരുന്നൊരു ശരീരവും വികസിക്കുന്ന ഒരു ആത്മാവും ചേർന്നതാണ് ശിശു എന്ന് അഭിപ്രായപ്പെട്ടത് മറിയ മോണ്ടിസോറിയാണ്. എന്താണ്? വളരുന്നൊരു ശരീരവും വികസിക്കുന്ന ഒരു ആത്മാവും ചേർന്നതാണ്. അതേപോലെ മോണ്ടിസോറിയുടെ പ്രധാന കൃതികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകള്ളികൾ, അതേപോലെ ശിശു പരിപാലനം, ശിശുവിൻ്റെ സ്ഥാനവും വിദ്യാഭ്യാസവും, വിദ്യാഭ്യാസ പുനർനിർമ്മാണം, മോണ്ടിസോറി രീതി എന്നിവ മറിയ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. പ്രവർത്തിച്ചു പഠിക്കുക എന്ന തത്വം ആവിഷ്കരിച്ചത് ആരാണ്? പ്രവർത്തിച്ചു പഠിക്കുക. ജോൺ ഡൂയി, ഫ്രോബൽ, മഹാത്മാഗാന്ധി, മറിയ മോണ്ടിസോറി. ആരാണ്? ജോൺ ഡൂയിയാണ് പ്രവർത്തിച്ചു പഠിക്കുക എന്ന തത്വം ആവിഷ്കരിച്ചത്. അതായത് പ്രായോഗികവാദ സിദ്ധാന്തത്തിൻ്റെ ആശയമാണെന്ത്? പ്രവർത്തിച്ചു പഠിക്കുക എന്നത്. അപ്പോൾ പ്രയോഗവാദ, അതായത് പ്രാഗ്മാറ്റിസം, അതിൻ്റെ ഒരു വക്താവായിരുന്നു ആര്? ജോൺ ഡൂയി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി എലമെൻ്ററി സ്കൂൾ എന്ന പ്രസിദ്ധമായ ലബോറട്ടറി സ്കൂൾ ആരംഭിച്ചത് ജോൺ ഡൂയിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കാദമി ആരുടെയായിരുന്നു? അക്കാദമി പ്ലേറ്റോയുടെ ആയിരുന്നു. അതേപോലെ കുട്ടികളുടെ വീട് എന്ന പേരിൽ വിദ്യാലയം സ്ഥാപിച്ചത് മറിയ മോണ്ടിസോറി. അതേപോലെ കിൻഡർ ഗാർഡൻ ആണെങ്കിൽ ഫ്രോബൽ. അതേപോലെ ഇപ്പോഴെന്താ പറഞ്ഞത്? യൂണിവേഴ്സിറ്റി എലമെൻ്ററി സ്കൂൾ എന്ന പേരിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചത് ജോൺ ഡൂയിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ജോൺ ഡൂയിയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അമേരിക്കൻ ദാർശനികനും ചിന്തകനുമായ മനഃശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമാണ് ജോൺ ഡൂയി. ഫങ്ഷണൽ മനഃശാസ്ത്രം പിന്തുടർന്നു വന്ന ഡൂയി ഒരു പ്രായോഗികവാദിയായിരുന്നു. പ്രാഗ്മാറ്റിസം എന്ന ദർശനശാഖയുടെ ഉപജ്ഞാതാവാണ്. വൈജ്ഞാനിക സൈദ്ധാന്തിക ചർച്ചാ പദ്ധതി, സൗന്ദര്യശാസ്ത്രം, തർക്കം, ധർമ്മശാസ്ത്രം എന്നിവ ആണ് പ്രധാനപ്പെട്ട മേഖല. ബോധന രീതികളിൽ അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം നൽകിയത്? പ്രോജക്റ്റ് രീതിക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഇത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവാര്? മർദ്ദിതരുടെ ബോധനശാസ്ത്രം ആരാണ്? കൊമേനിയസ് ഇവാൻ ഇല്ലിച്ച് പൗലോ ഫ്രെയർ പെസ്റ്റലോസി. ആരാണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവാണ്? ഓപ്ഷൻ സി, പൗലോ ഫ്രെയർ. അതായത് എന്താണ്? പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്. അത് നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് എന്തായി മാറുന്നത്? മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അത് ആരുടെയാണ്? അത് പൗലോ ഫ്രെയറുടെ ബുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിമർശന അവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മറിയ മോണ്ടിസോറി, പൗലോ ഫ്രെയർ, ജോൺ ഡൂയി, ജോൺ ഹെൻറിച്ച് പെസ്റ്റലോസി. ആരാണ് വിമർശന അവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, പൗലോ ഫ്രെയർ. താഴെ കൊടുത്തതിൽ പൗലോ ഫ്രെയർ വിദ്യാഭ്യാസ ചിന്ത ഏതാണ്? അറിവുകൾ മനുഷ്യരിൽ അന്തർലീനമാണ്. നല്ല മനുഷ്യനെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകേണ്ടതാണ്. വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഏതാണ്? ഇപ്പം നേരത്തെ പറഞ്ഞാലേ വിമർശനാവബോധം സൃഷ്ടിക്കലും എന്തായിരുന്നു? അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ഡി, വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. ഇതാണ് പൗലോ ഫ്രെയറിൻ്റെ വിദ്യാഭ്യാസ ചിന്ത എന്ന് പറയുന്നത്. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകൂ എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ, അർണോൾഡ്, ഗാന്ധിജി, ടാഗോർ. ആരാണ് അങ്ങനെ പറഞ്ഞത്? എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ഡി, ടാഗോറാണ്. മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ ആശയമാണ്? സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, അരവിന്ദ് ഘോഷ്, രവീന്ദ്രനാഥ ടാഗോർ. ആരുടെയാണിത്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ്. മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യവും ഒരെണ്ണം ആന്തരികവും. ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങൾ ഏവ? അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തേക്കാൾ വിലമതിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്. സമൂഹമാണ് അവരെ ചീത്തയാക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഇരുട്ട് നിറഞ്ഞൊരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം. ഇത് എങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി, വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളായിട്ട് വരുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നത്. ഓക്കെ, അദ്ദേഹം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു നയി താലീം, അതേപോലെ വാർധ പദ്ധതി. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഈ വാർധ പദ്ധതിയാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് വിശേഷിപ്പിച്ചത് ഈ വാർധ പദ്ധതിയാണ്. അതായത് അടിസ്ഥാന വിദ്യാഭ്യാസ സമ്മേളനം 1937 ഒക്ടോബറിൽ വാർധ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വാർധ പദ്ധതി എന്ന് പേര് വരാനായിട്ട് കാരണം. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദൻ, അരവിന്ദ ഘോഷ്. ആരാണ് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ, ഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധി, വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ് എന്ന ഗാന്ധിജിയുടെ വചനം വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ്, ഗാന്ധിജി പറഞ്ഞതാണത്. ഗാന്ധിജി തൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ട്രാൻസ്വാളിലെ ടോൾസ്റ്റോയി ഫാമിൽ നിന്നാണ്. കുട്ടികളിലും മനുഷ്യരിലുമുള്ള എല്ലാ നന്മകളെയും പുറത്തു കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ആത്മീയ പരിശീലനം കൊണ്ട് ഹൃദയത്തിലേക്കുള്ള വിദ്യാഭ്യാസം എന്നാണ് ഗാന്ധിജി അർത്ഥമാക്കുന്നത്. തൊഴിലിൻ്റെ പ്രാധാന്യം ഉദ്ഘോഷിക്കുന്നതാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം. ഹരിജൻ മാസികയിലൂടെയാണ് തൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അതേപോലെ പ്രീ ബേസിക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി എല്ലാ ശിശുക്കൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയുടെ ആശയത്തിൽ ഊന്നിയുള്ള ആദ്യത്തെ പ്രീ ബേസിക് സ്കൂൾ എന്നാണ് 1945 ആരംഭിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാൽ കുട്ടികളെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എന്താണ്? കുട്ടികളെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് എന്നതാണ്. ഓക്കെ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വായിച്ചു നോക്കുക. നയി താലീം, അതേപോലെ ബുനിയാദി താലീം എന്നീ ആശയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് 1937 വാർധ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് 1938 എന്ത് ചെയ്യണത്? സക്കീർ ഹുസൈൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതേപോലെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതേപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വരാജ് എന്ന ആശയം കൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് അത് സ്വകാര്യ മേഖലയിൽ വേണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാവകാശം നൽകണമെന്നുമാണ്. സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ തുലവും പരിമിതമായിരിക്കണം. ഇതാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വരാജ് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മറിയ മോണ്ടിസോറി, താരാബായ് മോദക്, എലിസബത്ത് ഹർലോക്ക്, കാരൻ ഹോർണി. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, താരാബായ് മോദക് ആണ്. ഓക്കെ, ആരായിരുന്നു താരാബായ് മോദക് എന്ന് പറയുന്നത്? നമ്മുടെ 1921 രാജ്കോട്ടിലെ ഫീമെയിൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പ്രിൻസിപ്പൾ ആയിരുന്നു താരാബായ് മോദക്. അതേപോലെ തന്നെ ഈ പ്രീ പ്രൈമറി സ്കൂൾ തലത്തിൽ അധ്യാപക ട്രെയിനിങ്ങിനായി അവർ ആരെയാണ്? നമ്മുടെ ഗിജുഭായ് ബദേക്ക, അതായത് മുസ്ലിമ എന്നറിയപ്പെടുന്ന ഗിജുഭായ് ബദേക്കയുമായി ചേർന്നിട്ട് 1926 അവരെന്താരംഭിക്കുന്നുണ്ട്? നൂതൻ ബാലശിക്ഷൺ സംഘം ആരംഭിക്കുന്നത് ഗീജുഭായ് ബദേക്കയും അതേപോലെ താരാബായ് മോദക്കും കൂടി ചേർന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീ പ്രൈമറി അധ്യാപനത്തിനായി നൂതൻ ബാലശിക്ഷൺ സ്ഥാപിച്ചത് ആരാണ്?
ഓപ്ഷൻ ബി താരാബായ് മോദക്കാണ് പ്രീ പ്രൈമറി അധ്യാപനത്തിനായി നൂതൻ ബാലശിക്ഷൺ ആരംഭിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു? ഗിജുഭായ് ബദേക്കയുമായി ചേർന്നിട്ടായിരുന്നു. ഓക്കെ. മുച്ചലീമ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകനാണ് ആര്? മുച്ചലീമ എന്നറിയപ്പെടുന്നത്. മുച്ചലീമ മീശയുള്ള അമ്മ, അതാണ് അതിൻ്റെ മീനിങ്. എന്താണ്? അരവിന്ദ ഘോഷ്, രവീന്ദ്രനാഥ ടാഗോർ, ഗിജുഭായ് ബദേക്ക, ഗാന്ധിജി. ഓപ്ഷൻ സി ഗിജുഭായ് ബദേക്കയാണ് എന്തറിയപ്പെടുന്നത്? മുച്ചലീമ മീശയുള്ള അമ്മ. അതായത് ഇന്ത്യയിൽ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി അവതരിപ്പിക്കാൻ സഹായിച്ച ഒരു അധ്യാപകനായിരുന്നു ആര്? ഗിജുഭായ് ബദേക്ക എന്ന് പറയുന്നത്. 1920 അദ്ദേഹം ബാൽ മന്ദിർ എന്ന് പറഞ്ഞൊരു പ്രീ പ്രൈമറി ഇത് ആരംഭിക്കുന്നുണ്ട്. ബാൽ മന്ദിർ. അതേപോലെ തന്നെ ദിവാസ്വപ്നം അഥവാ പകൽ സ്വപ്നം എന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്, ഗിജുഭായ് ബദേക്കയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം തോട്ട് കൺസേണിംഗ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? ഇമ്മാനുവൽ കാന്റ്, ഫ്രാൻസിസ് ബേക്കൺ, ജോൺ ലോക്ക്, പ്ലേറ്റോ. സം തോട്ട് കൺസേണിംഗ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഓപ്ഷൻ സി ജോൺ ലോക്ക്. ടാബുല റാസ എന്ന ആശയം ഏത് വിദ്യാഭ്യാസ ചിന്തകൻ്റേതാണ്? ടാബുല റാസ. ഇമ്മാനുവൽ കാന്റ്, ജോൺ ലോക്ക്, ഫ്രാൻസിസ് ബേക്കൺ, അരിസ്റ്റോട്ടിൽ. ടാബുല റാസ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടാബുല റാസ ഓപ്ഷൻ ബി ജോൺ ലോക്കിൻ്റേതാണ്. ജോൺ ലോക്ക് അമേരിക്കൻ തത്വചിന്തകൻ, ബിഷഗ്വരനായിരുന്നു. ലിബറലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടു. അരിസ്റ്റോട്ടിലെ പോലെ തന്നെ പ്രയോഗജ്ഞാനത്തിന് ഊന്നൽ നൽകി ടാബുല റാസ എന്ന ആശയം മുന്നോട്ട് വെച്ചു. സം തോട്ട് കൺസേണിംഗ് എഡ്യൂക്കേഷൻ എന്നത് ജോൺ ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട രചനയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളായി ജോൺ ലോക്ക് പറയുന്നത് എന്തൊക്കെയാണ്? നന്മ, വിവേകം, പെരുമാറ്റം, പഠനം. എന്തൊക്കെയാണ്? നന്മ, വിവേകം, പെരുമാറ്റം, പഠനം എന്നീ 4 കാര്യങ്ങളാണ്. കുട്ടികളുടെ മനസ്സൊരു ഒഴിഞ്ഞ സ്ലേറ്റാണ്. ആരും പ്രകൃതിയായുള്ള പാരമ്പര്യസിദ്ധമായ അറിവുകളോടെ ജനിക്കുന്നില്ല. നിരീക്ഷണത്തിലൂടെയും പ്രത്യക്ഷണത്തിലൂടെയും ഇന്ദ്രിയങ്ങൾ വഴി അറിവ് സമ്പാദിക്കുകയാണ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്റ്റാണ്. കുട്ടികളുടെ മനസ്സൊരു ഒഴിഞ്ഞ സ്ലേറ്റ് അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്കാണ്. അതേപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആരും ജന്മസിദ്ധമായ അറിവോടെയല്ല ജനിക്കുന്നത് എന്ന ആശയമാണ് എന്തെന്ന് പറയുന്നത്? ടാബുല റാസ എന്ന് പറയുന്നത്. ഓക്കെ. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ, വരയ്ക്ക് മുമ്പ് വായന, എഴുത്തിന് മുമ്പ് വര. ഏത് വിദ്യാഭ്യാസ ചിന്തകൻ്റെ വാക്കുകളാണിവ? ആരുടെയാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി. ആരുടെയാണ്? പെസ്റ്റലോസിയുടെ വാക്കുകളാണിത്. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ, വരയ്ക്ക് മുമ്പ് വായന, എഴുത്തിന് മുമ്പ് വര എന്നത്. പെസ്റ്റലോസി 1746 സ്വിറ്റ്സർലൻഡിൽ ജനിച്ച വിദ്യാഭ്യാസ ദാർശനികനായിരുന്നു. പഠിക്കാനുള്ള കുട്ടികളുടെ ആന്തരിക കഴിവിനെ വിവരിച്ച് പരിസ്ഥിതിയെ സ്വാധീനിക്കാനുള്ള കുട്ടികളുടെ കഴിവിനെ ഊന്നൽ നൽകി. റൂസോയെ പോലെ തന്നെ കുട്ടികളുടെ പ്രകൃതിയായുള്ള കഴിവിനെയാണ് അദ്ദേഹം അംഗീകരിച്ചത്. 3 Hകൾക്ക് പ്രാധാന്യം നൽകി. ഏതൊക്കെയാണ്? ഹെഡ്, ഹാർട്ട്, ഹാൻഡ് എന്നിവ. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ, വരയ്ക്ക് മുമ്പ് വായന, എഴുത്തിന് മുമ്പ് വര എന്ന പെസ്റ്റലോസിയുടെ വാചകം വളരെ പ്രസിദ്ധമാണ്. അധ്യാപക പരിശീലനം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? പെസ്റ്റലോസിയാണ്. ബർഗ് ടോർഫിൽ സ്വന്തം വിദ്യാലയം ആരംഭിച്ചു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈസിയം എന്ന വിദ്യാലയം ആരംഭിച്ച വിദ്യാഭ്യാസ ചിന്തകനാരാണ്? അരിസ്റ്റോട്ടിൽ, റൂസോ, പ്ലേറ്റോ, പെസ്റ്റലോസി. ആരാണ്? ഓപ്ഷൻ എ അരിസ്റ്റോട്ടിലാണ് ലൈസിയം എന്ന വിദ്യാഭ്യാസം ആരംഭിച്ചത്. അക്കാദമി ആരുടെയായിരുന്നു? പ്ലേറ്റോ. കിൻഡർ ഗാർഡൻ ആരുടെയാണ്? ഫ്രോബലിൻ്റെത്. ഓക്കെ. അങ്ങനത്തെ എല്ലാവരുടെയും ഇങ്ങനത്തെ അവർ നിർമ്മിച്ച സ്കൂളുകൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ക്രിസ്തുവിന് മുൻപ് 384 ഗ്രീസിൽ ജനിച്ചതായിരുന്നു. പ്ലേറ്റോയുടെ ശിഷ്യനാണ്. തർക്കശാസ്ത്രത്തിന് തുടക്കം കുറിച്ചു. ലൈസിയം എന്ന വിദ്യാലയം. ഓക്കെ. അതേപോലെ ഈദോസ്, പാദോസ്, ലൗഗോസ് എന്നിങ്ങനെ തർക്കങ്ങളിൽ വാദത്തിന് 3 തത്വങ്ങളുണ്ടെന്നും ഈദോസ് എന്നാൽ എത്തിക്കൽ എന്നും പാദോസ് എന്നാൽ ഇമോഷണൽ എന്നും ലോഗോസ് എന്നാൽ ലോജിക്കൽ എന്നുമാണ് അർത്ഥം. ഈ ജസ്റ്റ് ഉദ്ധരണികളും ബാക്കി ഡീറ്റെയിൽസും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിപ്പോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആദ്യ വഴി ഫുട്ബോൾ കളിയാണ്. ഭഗവത്ഗീതയൊക്കെ പിന്നീട് എന്നഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാര്? നല്ലൊരു കോട്ടല്ലേ. കായിക വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, അരവിന്ദ ഘോഷ്, സ്വാമി വിവേകാനന്ദൻ. ആരാണ്? ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദനാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്.
1863 ജനുവരി 12 കൊൽക്കത്തയിൽ ജനിച്ചു. 1893 ഷിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി. അതേപോലെ തന്നെ കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ്: സ്വർഗത്തിലേക്കുള്ള ആദ്യ വഴി ഫുട്ബോൾ കളിയാണ്, ഭഗവത്ഗീതയൊക്കെ പിന്നീടാണ്. അതേപോലെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി 12. ഇതാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. ഈ ആശയത്തിന് സമാനമായ പദം ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണല്ലേ, ടാബുല രാസ. ജോൺ ലോക്കിൻ്റെ ടാബുല രാസ എന്ന ആശയമാണ് ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. ഈ ആശയത്തിന് സമാനമായ പദം. കുട്ടികളുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കുട്ടികളുടെ മനസ്സ് ഒഴിഞ്ഞ സ്ലേറ്റ് ആണെന്ന് അഭിപ്രായപ്പെട്ടതാണ് ഓപ്ഷൻ ബി, ജോൺ ലോക്ക്. പ്രവർത്തിച്ചു പഠിക്കുക, ചർച്ച ചെയ്യുക, അന്തർവൈജ്ഞാനിക അറിവുകൾ സമ്പാദിക്കുക, ഇവയാണ് പഠനത്തിൻ്റെ 4 തത്വങ്ങളെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്ക്, ജോൺ ഡൂയി, റൂസോ, സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി, ജോൺ ഡൂയി ആണ്. കുട്ടിയായിരുന്ന കാലത്ത് അല്ലറ ചില്ലറ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഭാവനയിൽ നിന്ന് കളികൾക്ക് രൂപം നൽകുമായിരുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകത്ത് എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ സന്തോഷം പൂർണ്ണമായും അനുഭവിച്ചിരുന്നത്. മഹാനായ ഒരു ഇന്ത്യൻ ചിന്തകൻ്റെ ഈ വാക്കുകളാണ് പഠനത്തിൽ കളികളുടെ സ്വാധീനം വിവരിച്ചു കാട്ടിക്കൊണ്ട് പ്രൊഫസർ യശ്പാൽ തൻ്റെ 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ആമുഖഭാഗത്ത് തന്നെ ഉദ്ധരിച്ചിട്ടുള്ളത്. ആരാണ് ഈ മഹാൻ? ആരാണ്? മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, മഹർഷി അരവിന്ദ ഘോഷ്. ഓപ്ഷൻ സി, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ NCF 2005 ഡോക്ടർ യശ്പാൽ അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടികൾ സ്വതന്ത്രമായി പഠിച്ചു വളരട്ടെ, അവർ പ്രകൃതിയെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും സ്വതന്ത്രമായി പഠിക്കട്ടെ. അധ്യാപകൻ മാറി നിന്ന് എല്ലാം നിരീക്ഷിക്കണം, എന്നാൽ കുട്ടികൾ തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ അവരെ തിരുത്തുകയും വേണം. മേൽ പറഞ്ഞവയെല്ലാം. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് മീനിങ് അല്ല. എന്താണത്? മേൽ പറഞ്ഞവയെല്ലാം. അതായത് നമ്മുടെ റൂസോൻ്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു? അദ്ദേഹം 2 തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് പറഞ്ഞത്. നെഗറ്റീവ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ പോസിറ്റീവ് എഡ്യൂക്കേഷനും. പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു കർശനമായ കുട്ടികളിലെല്ലാം അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹം പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. നെഗറ്റീവ് എഡ്യൂക്കേഷനിലാണ് അദ്ദേഹം കുട്ടികൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് ഋണവിദ്യാഭ്യാസം, നെഗറ്റീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 30 മാർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എത്ര മാർക്ക് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്